നമ്മളെപ്പോഴും സായയുടെ കാര്യത്തിൽ എടുക്കുവാണെങ്കിൽ ഒരു വെസ്റ്റേൺ സിംഗർ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതേപോലുള്ള ക്ലാസിക്കൽ ബേസ് ഉള്ള പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ പാടാൻ ആഗ്രഹമില്ലേ? ബേസിക്കലി ഞാനൊരു 12 വർഷം കർണാടക പഠിച്ച ഒരാളാണ്. പക്ഷെ പിന്നെ ഞാൻ വന്നതൊരു വെസ്റ്റേൺ സോങ്, ഒരു ഇംഗ്ലീഷ് സോങ് ഒക്കെ ആയി. പിന്നെ ഞാനും അതങ്ങ് കംഫർട്ടബിൾ ആയി എന്നുള്ളതാണ്. അത് എന്റെ തെറ്റാണ്, എന്റെ മാത്രം തെറ്റാണ്. നമ്മളത് നോക്കാൻ പോയിട്ടില്ല, ഫോക്കസ് ചെയ്യാൻ പോയിട്ടില്ല. അല്ല, മറ്റതിലേക്ക് ഓൾറെഡി ഞാൻ ആ ഗ്രൂവിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അത് ശരി. ഡാഡിക്ക് ഭയങ്കര സങ്കടം. എപ്പോഴും പറയും, ഇത്രയും പഠിച്ചിട്ട് നീ എന്തുകൊണ്ട് പാടാത്തത്? അധികം ആർക്കും അറിയാത്തൊരു കാര്യമാണ് സയനോറ എന്ന് പറയുന്ന പ്ലേ ബാക്ക് സിംഗർ ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു സിനിമയില് അല്ലെ, രണ്ട് സിനിമയിൽ, ഒന്ന് തൃഷയ്ക്കും ഒന്ന് നിമിഷയ്ക്കും. നിമിഷയ്ക്ക് ഏത് സിനിമ? സ്റ്റാൻഡപ്പ്. ഓ അത് ശരി, അത് ശരി. പിന്നെ ഹേജിയുഡില് നിവിൻ പോളിയുടെ തൃഷയുടെ ഞാനാണ് വോയിസ്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കുന്ന നേരത്ത് എങ്ങനെയായിരിക്കും അത് സയനോറ എന്ന് പറഞ്ഞ പ്ലേ ബാക്ക് സിംഗറിലേക്ക് എത്തിയത്? അത് ആക്ച്വലി ശ്യാമപ്രസാദ് സർ അതിന്റെ റെക്കോർഡിംഗ് സെഷനിൽ വന്നിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് 2 പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അന്ന് സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, സായ ഡബ് ചെയ്യോ എന്ന് വെച്ച്. കാരണം തൃശക്ക് വേണ്ടിയിട്ട് ആ സമയം മലയാളവും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യുന്ന ഒരാളെ അതിനെ നോക്കി നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഒരു 2 വീക്സ് മുമ്പ് റാബിറ്റ് ഹോൾ എന്ന് പറഞ്ഞിട്ട് സൗമ്യ സദാനന്ദന്റെ ഒരു ഷോർട്ട് ഫിലിമിൽ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ കൊണ്ട് ഞാൻ പിന്നെന്താ അങ്ങനെ സാറ് വിളിച്ചതായിരുന്നു ഡബിങ്ങിന്. അപ്പൊ ഈ പറഞ്ഞ പോലെ കരച്ചില്, ദേഷ്യം, റൊമാൻസ്, ദേഷ്യവും കരച്ചിലും ഒക്കെ ഭയങ്കര അടിപൊളിയായി ചെയ്ത് അലർന്നതൊക്കെ. പക്ഷെ റൊമാൻസിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതെന്താ അങ്ങനെ? റൊമാൻറ്റിക് ആണെന്നുള്ളൂ. അല്ല, പക്ഷെ നിവിൻ പോളി ഇങ്ങനെ നോക്കുമ്പോഴേ, നിവിൻ പോളി എന്നെ നോക്കിയിട്ട് ഡയലോഗ് പറയുന്ന പോലത്തെ ഒരു ഫീൽ അടിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ബ്ലഷിംഗ് ആയിരുന്നു. നിവിൻ പോളിനെ കാണുമ്പോൾ എന്താ ഭയങ്കര നാണക്ക. അപ്പൊ ഇനിയും നമുക്ക് അതേപോലെ ഒരുപാട് നായികമാർക്ക് ശബ്ദം നൽകാൻ സായയുടെ ശബ്ദത്തിന് കഴിയട്ടെ. എന്റെ ലൈഫിലുള്ള ഒരു മെമ്മറി ലൈനിലുള്ള ഒരു അടുക്കി വെക്കാൻ പറ്റുന്ന ഒരു സാധനം. ആൻഡ് ഈ പറഞ്ഞ പോലെ വെട്ടം എന്ന സിനിമയിലൂടെയാണ് തുടക്കം അല്ലെ? ഒരു അതിൽ ഏതെങ്കിലും പാട്ടായിരുന്നോ അതെയോ ചെറിയ ഏതെങ്കിലും പോർഷൻ ആയിരുന്നോ? വെട്ടത്തിൽ ആക്ച്വലി ജോൾസിനെയും MG ശ്രീകുമാറും പാടിയ ഒരു പാട്ടില് ഒരു ഇംഗ്ലീഷിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു. Love is like a melody. I love you December. ആ പാട്ടില് അതിലാണ് ബേണി ഇഗ്നേഷ്യസ് സാറിന്റെ ആദ്യത്തെ ഇതിൽ പാടുന്നത്. പക്ഷെ ഒരു ഫുൾ സോങ് ഞാൻ പാടുന്നത് മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ അൽഫോൻസ് ചേട്ടനാണ് മ്യൂസിക്. അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ്. ഏത് ഇംഗ്ലീഷ് മ്യൂസിക് അല്ല, ഏത് ഇംഗ്ലീഷ് സോങ് ആയിരുന്നു? Why do shadows fall on a night of shining stars? Why do the clouds whisper the words I can never hear again? Am I dreaming? Am I seeking something I don't understand? And now here I wait for a brand new day. ഒന്നും മനസ്സിലായില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഈ ഇംഗ്ലീഷ് സോങ്സ് പാടാന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് അല്ലേ? നമ്മുടെ ആ ഒരു ത്രോ ചെയ്യുന്നത് ഇല്ല, അത് ഒരു പാഷൻ അനുസരിച്ചിട്ടും നമ്മുടെ ഒബ്സർവേഷൻ സ്കിൽസ് അനുസരിച്ചിട്ടും നമ്മൾ എത്രമാത്രം അതിനെ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ ഇത് ഡിഫിക്കൽട്ട് ഇന്നത് ഡിഫിക്കൽട്ട് അങ്ങനെയൊന്നല്ല. ഓക്കെ, സോ നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഇന്ന് വരാൻ പോകുന്ന പെർഫോമേഴ്സ് 2 പേരാണ്, ചേച്ചിയും അനീതിയുമാണ് അവര്. അപ്പോൾ ഒരു നൃത്ത വേദി ഉണരുകയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അടിപൊളി ഡാൻസ് പെർഫോമൻസുമായിട്ട്. സോ നമുക്ക് വെൽക്കം ചെയ്യാം നന്ദന ആൻഡ് ഗോപിക. ഇപ്പൊ നമ്മുടെ അതായത് ഇങ്ങോട്ട് നോക്കുമ്പോഴേ എത്ര മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. 2 വെള്ള ഡ്രസ് ഇട്ടവര്, ചുമപ്പ് ഡ്രസ് ഇട്ടവര്, ചുമന്ന കസേര, റെഡ് കാർപ്പറ്റ്. പറയൂ, ചേച്ചിയും അനീതിയും തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾ 2 പേരും ഡാൻസിന്റെ കാര്യത്തിൽ എത്രത്തോളം? ആരാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് എന്ന് പറഞ്ഞ മരിക്കും എന്ന് തോന്നുന്ന ആരാണ്? ചേച്ചിയാണ്. ആരാണ്? സമ്മതിച്ചു.
അപ്പൊ ചേച്ചിക്കാണ് ഡാൻസ് എന്ന് പറഞ്ഞത്. അനീത്തിയെ ഒരുപാട് നിർബന്ധിക്കോ ചേച്ചി അങ്ങനെ കളിക്കണം മോളെ, ഇങ്ങനെ കളിക്കണം, പ്രാക്ടീസ് ചെയ്യണം? വഴക്ക് പറയാം. വഴക്ക് അങ്ങനെ പറയും മോളെ ചേച്ചി ഒന്നും എനിക്ക് തോന്നുന്നില്ല ചേച്ചി അനിയത്തിമാര് മോളെ എന്നൊക്കെ വിളിക്കും. ഡി, മോളെ എന്താ വിളിക്കാറ്? എന്താ നന്ദന വിളിക്കാറ്? കുഞ്ഞാവേന്ന്. അയ്യോ, ഉണ്ടോ? മോളേന്ന് വിളിക്കാറില്ല, കുഞ്ഞു വാവേന്ന് ഞങ്ങൾ വിളിക്കാറുള്ളൂ. അത്രയ്ക്ക് സ്നേഹമാണ്. എന്റെ അനിയത്തി കേക്കണ്ട. നമ്മളൊക്കെ എടി എടി. നന്ദന ഒരു ഡാൻസ് ടീച്ചറാണ് കേട്ടോ. ഓ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നതും കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനും ഒക്കെ എങ്ങനെയാണ്? ആ ഒരു ജീവിതം അധ്യാപികയായിട്ട് ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? നമുക്ക് കുറച്ചുകൂടെ പഠിക്കാൻ പറ്റും. കുറച്ചുകൂടെ നമ്മളെ കഴിവ് കുറച്ചുകൂടെ ഇങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് എത്ര പഠിച്ചിരുന്നാലും മതിയാവില്ല ഡാൻസ്. എനിക്ക് കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോ ഈ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പം? 30 പേരുണ്ട്. 30 പേരുണ്ട്. അപ്പൊ എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങള്? ബാലരാമപുരം. ഓ, ഇവിടെ തന്നെ. ട്രിവാൻഡ്രം തന്നെ. ട്രിവാൻഡ്രം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ക്ലാസ്സുകളൊക്കെ പോകുന്നു. ഇനിയും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? പിന്നെ നിങ്ങൾ എന്ത് ഡാൻസിന് റിലേറ്റ് ചെയ്തൊരു കോഴ്സ് അല്ലേ ചെയ്തത് രണ്ടുപേരും? ചേച്ചി അത് പഠിക്കുന്നുണ്ട്. ഞാൻ പകുതി പഠിച്ചിട്ട് നിർത്തിയായിരുന്നു. പഠിച്ചിട്ട് നിർത്തി? ഈ കുട്ടി എന്താ ഇങ്ങനെ? എന്തിനാ നിർത്തിയത്? ഫോറൻസിക്കിന് കിട്ടാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഓ, അത് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തു. അതിന്റെ ഇടയിൽ ഡാൻസിന് ഒരു ബ്രേക്ക് കിട്ടും. പക്ഷെ എന്നാലും ചേച്ചി ഇങ്ങനെ കൂടെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ എന്തായാലും അത് എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും അല്ലേ നന്ദന? ഈ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? യെസ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടെ പരിചയപ്പെട്ടാലോ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? അമ്മ, അച്ഛൻ ആണോ? അമ്മ, അച്ഛൻ, മേക്കപ്പിന്റെ ചേട്ടൻ. ഓക്കെ, അപ്പൊ ആദ്യം അമ്മയുടെ പേര് പറയൂ. എന്റെ പേര് വിജിനി. വിജിനി. അമ്മ എങ്ങനെയാണ് ഇവരെ കുഞ്ഞിലേ മുതൽ ഇവരുടെ കൂടെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കാൻ അമ്മയാണോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? രണ്ടുപേരുമാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഏത് വയസ്സിലായിരിക്കും നന്ദനെ കൊണ്ടുപോയി ചേർത്തത് പഠിക്കാൻ? ഒരു 4 വയസ്സിലെ LKG ക്ലാസ്സിലോട്ട്. ഓ, അപ്പോഴേ കൊണ്ടുപോയി ചേർത്തല്ലേ? അടിപൊളി. അപ്പൊ അച്ഛൻ പറയൂ. ഭരതനാട്യമാണോ പഠിക്കാൻ? ഭരതനാട്യം. അച്ഛന്റെ പേര് പറയൂ. എന്റെ പേര് പ്രദീപ് എന്നാണ്. പ്രദീപ്. അച്ഛൻ എങ്ങനെയാണ് ഈ കലാപരമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കല. എനിക്ക് എന്റെ ജീവിതത്തിൽ മുമ്പ് ഒരിക്കൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ഇതിന്റെ പിന്നിലായിരുന്നു. അത് ശരി. ജീവിതത്തിന്റെ ഉത്തരവാദിത്തം വന്നപ്പോ ക്വിറ്റ് ചെയ്തതാണ്. എന്തായിരുന്നു അച്ഛൻ ചെയ്തോണ്ടിരുന്നത്? ഞാൻ മിമിക്രി ചെയ്യുമായിരുന്നു കുറെ കാലം. പിന്നെ കോളേജിലും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അതിലേക്കായപ്പോ ഇതൊന്നും ഒരു വിട പറഞ്ഞല്ലേ? തീർച്ചയായും എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയത് കുട്ടികൾ എനിക്ക് കാണണം, അത്രമാത്രമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഡ്രീം. അത് തന്നെ. ഇനി മേക്കപ്പ് മാഷെ പറയൂ. മാഷിന്റെ പേര്? മാഷൊന്നുമല്ല, ഞാൻ സ്റ്റുഡന്റ് ആണ്. അവ പേര് പറയൂ. രാഹുൽ കൃഷ്ണൻ. അപ്പൊ ഇവരുടെ ഫുൾ എല്ലാ പ്രോഗ്രാംസും താങ്കൾ തന്നെയാണോ മേക്കപ്പ്? അതെ ആണ്.